ഹലോ ചങ്കുകളെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ ഞാനിന്ന് ചെറിയൊരു കാര്യം പറയാൻ വന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ സൗദിയിൽ വന്നിട്ട് 3 വർഷം കഴിഞ്ഞ്. അൽഹംദുലില്ലാ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ മാറ്റർ എന്താ വെച്ചാൽ, ഞാൻ പല ആളുകളും എന്നോട് നമ്മുടെ മറ്റുള്ള ജില്ലക്കാരാണ്, അവരെ കുറ്റം പറയാനോ കുറവ് പറയാനോ വന്നതല്ല. അവരെന്നോട് ചോദിച്ച് നിങ്ങൾ എവിടെയാ, നാട്ടിലെവിടെയാന്ന് ചോദിക്കും. പല ആളുകളും ചോദിക്കുമല്ലോ നമ്മൾ പരിചയപ്പെടുമ്പോൾ. അപ്പോൾ കണ്ണൂരാന്ന് പറയുമ്പോൾ, കണ്ണൂരാ അല്ല, കണ്ണൂരാണെങ്കിൽ ബോംബ്, കത്തി, വടിവാള്, ഇങ്ങനെ ഒരു ധാരണയാണ് കണ്ണൂരിനെ പറ്റിയിട്ട്. അപ്പം ഞാൻ അവരോട് പറഞ്ഞ്, എൻ്റെ മക്കളെ, കണ്ണൂര് എന്ന് പറഞ്ഞാൽ, കണ്ണൂരുള്ള ജനങ്ങൾ, കണ്ണൂര് എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയപരമായിട്ട് ചില പ്രശ്നങ്ങളുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. അത് രാഷ്ട്രീയപരമായിട്ട് മാത്രമേ കാണൂ. കാരണം എന്ന് പറഞ്ഞാൽ, അത് കേരളത്തിൽ തന്നെ പൊളിറ്റിക്സ് ഏറ്റവും കൂടുതലുള്ള ജില്ല എന്ന് പറയുമ്പോൾ കണ്ണൂർ ജില്ലയാണ്. കണ്ണൂർ ജില്ലയിൽ അത് രാഷ്ട്രീയപരമായിട്ട് കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. നമ്മുടെ 14 ജില്ലയിൽ നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണൂർ രാഷ്ട്രീയപരമായിട്ട് എല്ലാ കാര്യത്തിലും വ്യത്യാസമുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ കണ്ണൂരിനെ പല ആളുകളും ഒരു ബാഡായിട്ടാണ് ചിന്തിക്കുന്നത്. അത് അവർക്ക് കണ്ണൂരിനെ പറ്റി അറിയാതുകൊണ്ടാണ്. കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം സ്നേഹിക്കാൻ, നമ്മൾ സ്നേഹിച്ചു കഴിഞ്ഞാൽ ചങ്ക് പറിച്ചു കൊടുക്കും. അത് നമ്മുടെ കണ്ണൂരുകാരെ കൂടെ അവർ കഴിയണം, അല്ലെങ്കിൽ അവർ കണ്ണൂരുകാരെ കൂടെ അവർ അടുത്ത് കഴിഞ്ഞാൽ അവരെ മനസ്സിലുള്ള കാര്യങ്ങളും അവരെ പ്രവൃത്തിയിലുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റും. കാരണം ഞാൻ കണ്ണൂരുകാരനായതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഞാൻ എൻ്റെ സ്ഥലം കൂത്തുപറമ്പാണ്. ഞാൻ പാർട്ടി ഗ്രാമത്തിലാണ് എൻ്റെ സ്ഥലം. അതായത് കൂത്തുപറമ്പ് എന്ന് പറയുമ്പോൾ സഖാക്കന്മാരുടെ നാടാണ്. ഞാനിതിൽ രാഷ്ട്രീയം ഒന്നും പറയുന്നില്ല. ഞാൻ ഏത് രാഷ്ട്രീയക്കാരനാണ്, ഞാൻ രാഷ്ട്രീയം പറയുന്നില്ല. പക്ഷെ ഞാനിത് പറയാൻ വന്നതെന്ന് വെച്ചാൽ, നമ്മുടെ പല ആളുകളും പല ചിന്താഗതിയിലാണ് പോകുന്നത്. കാരണം ഞാൻ പലവട്ടം ഇവിടുന്ന് എന്നോട് പല ആളുകളും എന്നെ കാണുമ്പോൾ, ഞാൻ കണ്ണൂർ എന്ന് പറയുമ്പോൾ അവർ കണ്ണൂർ എന്തെന്നാടാ കണ്ണൂർ എപ്പോഴും ബോംബിടും, നിങ്ങൾക്കവിടെ സമാധാനത്തിൽ ഉറങ്ങാൻ പറ്റുന്നുണ്ടോ, ബോംബ്, വടിവാള്, അങ്ങനെ. ഞാൻ പറഞ്ഞു, എൻ്റെ ഈ 36 വർഷത്തിൻ്റെ ഇടയിൽ എനിക്കൊരു പ്രശ്നം ഉണ്ടായിട്ട്, എനിക്ക് നല്ല കണ്ണൂരുള്ള ആളുകൾക്ക് ഒരു പ്രശ്നമില്ല. ഇത് കണ്ണൂരല്ലാതെ ആളുകൾക്കാണ് പ്രശ്നം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എല്ലാ നാട്ടുകാരും സ്നേഹിക്കുന്ന ആളുകളാണ്. അത് 14 ജില്ലയിലുള്ള ആളുകളും എനിക്ക് ഒരേപോലെയാണ്. കാരണം നമ്മൾ നല്ലയാണെങ്കിൽ നമ്മളെ കൂടെ നമ്മൾ നല്ലയാണ് ആവണം. അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ളവരെ വിലയിരുത്തുമ്പോൾ നമ്മൾ അവരെ പറ്റി അറിയാതെ നമ്മൾ ചുമ്മാ വിലയിരുത്താൻ പാടില്ല. അപ്പോൾ ഇത് ഞാൻ എന്നോട് പറഞ്ഞത് കൊണ്ടല്ല, എനിക്കൊരു കുറേ നാളായിട്ട് ഇതൊന്ന് പറയണമെന്നൊരാഗ്രഹം. കാരണം മക്കളെ, കണ്ണൂര് ഏഷ്യയിൽ തന്നെ നമ്പർ 1 ഡ്രൈവിംഗ് ബീച്ച് ഉള്ളത് നമ്മുടെ കണ്ണൂർ മുഴപ്പിലങ്ങാടാണ്. അതുപോലെ ഇന്ത്യയിൽ തന്നെ കേക്ക് ആദ്യമായിട്ട് ക്രിസ്മസ് കേക്ക് ഉണ്ടാക്കിയത് നമ്മുടെ സ്വന്തം തലശ്ശേരി, കണ്ണൂർ ജില്ലയിൽ തലശ്ശേരിയാണ്. തലശ്ശേരി കോട്ട, കണ്ണൂർ കോട്ട, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുള്ള ഒരു സുന്ദരമായ നാടാണ് കണ്ണൂർ ജില്ല. ആ കണ്ണൂർ ജില്ലനെ പറ്റി പല ആളുകൾക്കും ഈ ബോംബിൻ്റെ പേരിലും ഈ വടിവാളിൻ്റെ പേരിലും നിങ്ങൾ മോശമായിട്ട് കാണാൻ പാടില്ല. കാരണം എൻ്റെ ഒരു ഇതാണ്. കാരണം ഞാൻ എൻ്റെ നാടിനെ പറ്റി പുകഴ്ത്തി പറയുന്നൊന്നല്ല. പക്ഷേ നമ്മുടെ നാട് സുന്ദരമായ നമ്മുടെ കണ്ണൂർ ജില്ല അടിപൊളിയാണ്. അപ്പോൾ കണ്ണൂർ ജില്ലയിലെ ഒരുപാട് ആളുകൾക്ക്, അറിയുന്ന ആളുകൾക്ക് അറിയാൻ പറ്റൂ കണ്ണൂർ ജില്ലയിലെ ആളുകൾ എങ്ങനെയാണ്. കാരണം നമ്മുടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ, നമ്മുടെ വീട്ടിൽ നമ്മൾ ഏത് നാട്ടിലെ ആളുകൾ വന്നാലും നമ്മൾ അവരെ വരവേൽക്കുന്നത് എന്ന് വെച്ചാൽ അവർക്ക് എല്ലാ ഇതും നമ്മൾ കൊടുക്കാറുണ്ട്. കാരണം നമ്മളത് ആദ്യമായിട്ട് വന്ന ആളുകളായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു പരിചയമില്ലാത്ത ആളുകളായിക്കോട്ടെ, ആരായാലും നമുക്ക് പ്രശ്നമില്ല. നമ്മൾ കണ്ണൂരുകാർ നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ പറഞ്ഞിട്ട് അറിയേണ്ട ആവശ്യമൊന്നുമില്ല. അറിയുന്ന ആളുകൾക്ക് കണ്ണൂരിനെ പറ്റി അറിയാൻ പറ്റും.
അപ്പോൾ ഞാൻ ഇതിൽ വേറെ നാട്ടിലുള്ള ആളുകളാരും വിമർശിച്ചിട്ടില്ല. എനിക്ക് എല്ലാ നാട്ടിലുള്ള ആളുകളെയും ഇഷ്ടമാണ്. ഞാനിപ്പോൾ ഇവിടെ സൗദിയിൽ വന്നിട്ട് ഏറ്റവും കൂടുതൽ ഇവിടെയുള്ള മലപ്പുറംകാരാണ്. മലപ്പുറംകാർ എന്ന് പറഞ്ഞാൽ അൽഹംദുലില്ലാ അടിപൊളിയാണ്, നമ്പർ 1 ആണ്. കാരണം മലപ്പുറത്തെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് എനിക്ക്. അതുപോലെ പിന്നെ മലപ്പുറം കഴിഞ്ഞാൽ പിന്നെ കാലിക്കറ്റാണ്. കാലിക്കറ്റുള്ള ആളുകളാണ് ഇവിടെ കൂടുതലുള്ള. കണ്ണൂര് കുറച്ച് ആളുകളാണ് സൗദിയിലുള്ളൂ. കാരണം കണ്ണൂരുള്ള ആളുകൾ കൂടുതലും ദുബായും ഖത്തറും പിന്നെ അങ്ങോട്ടാണ് കൂടുതൽ ആളുകൾ. കാരണം നമ്മുടെ ഈ സൗദിയിൽ കൂടുതലും എനിക്ക് തോന്നുന്ന ഒരു 80% ആളുകളും മലപ്പുറമുള്ള ആളുകളാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഞാൻ കണ്ടത്. അപ്പോൾ കണ്ണൂര് വരിക, കണ്ണൂരെ ഫുഡ് കഴിച്ചിനാ മക്കളെ, കണ്ണൂരെ ബിരിയാണി കഴിച്ചിനാ, കണ്ണൂരിൽ എണ്ണക്കടികളുടെ ഏറ്റവും നല്ല അടിപൊളി സ്ഥലമാണ് നമ്മുടെ സ്വന്തം തലശ്ശേരി. അപ്പോൾ എല്ലാവർക്കും കണ്ണൂർ വരിക. ഞാൻ എൻ്റെ വീട്ടിലേക്ക് നിങ്ങളെ ആര് വന്നാലും ഞാൻ സ്നേഹത്തോടെ ഞാൻ വരവേൽക്കും. നിങ്ങൾക്ക് എന്നെ കൊണ്ടാകുന്ന എല്ലാം ചെയ്തു തരും. അപ്പോൾ കണ്ണൂർ പിന്നെ നിങ്ങൾ മനസ്സിൽ കാണുന്ന കണ്ണൂരല്ല. കണ്ണൂർ വന്നിട്ട് വിസിറ്റ് ചെയ്യുക, കണ്ണൂരുള്ള ആളുകൾ എങ്ങനെയാണെന്നുള്ള മനസ്സിലാക്കുക. കണ്ണൂർ അടിപൊളിയാണ്. കണ്ണൂർ നിങ്ങൾ പറയുന്ന ബോംബോ അല്ല, നിങ്ങൾ കാണുന്ന വടിവാളൊന്നുമില്ല. അതെല്ലാം നമ്മൾ ന്യൂസിൽ കാണുന്ന കാര്യങ്ങൾ മാത്രമാണ്. അത് ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്, അത് രാഷ്ട്രീയം നമ്മൾ നോക്കുന്നില്ല. രാഷ്ട്രീയം വേറെ, നമ്മുടെ മറ്റുള്ള കാര്യങ്ങൾ വേറെ. ശരി, അപ്പോൾ നമ്മുടെ കണ്ണൂർ എല്ലാവരും വരണം. കണ്ണൂർ ഇപ്പം പഴയ കണ്ണൂരല്ല, കണ്ണൂരെല്ലാം ഒരുപാട് മാറി. ഒരുപാട് വിനോദങ്ങൾ ഇപ്പം വന്ന് നല്ല അടിപൊളി പ്ലേസാണ്. അപ്പോൾ ഓക്കെ, ബൈ ബൈ, സീ യു.